ഞാൻ പറയാറുണ്ട്, ആന്ധ്രയിലോ ഗുജറാത്തിലോ ഏതോ തെരുവുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാടത്ത് കിടക്കുന്ന നെൽമണികൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ വന്ന് അവിടെ നിന്ന് നന്മണ്ടയിലെ ഏതോ ഒരു പലചരക്ക് കടയിലേക്ക് എത്തി. ആ കടയിൽ നിന്ന് ഞാൻ എന്റെ സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ധാന്യമണി, ഗുജറാത്തിന്റെ നെൽപ്പാടത്തിൽ കിടന്നൊരു ധാന്യമണി എന്റെ വയറ്റിൽ കിടക്കണമെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ റബ്ബിൽ. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും എനിക്ക് എന്റെ റബ്ബ് തന്നതാ. ആ വിശ്വാസമാണ് സമാധാനത്തിന്റെ വിശ്വാസം. ആ ചിന്തയാണ് മനസ്സമാധാനത്തിന്റെ ജീവിതം. അതുപോലെ തന്നെ നമ്മളെ കുടുംബരംഗത്തേക്കും ആ ചിന്തയൊന്ന് കൊണ്ടുപോയി നോക്കിങ്ങള്. അള്ള വിധിച്ചതാ നമുക്ക് നമ്മളെ കുടുംബം. അതല്ലാതെ നമ്മൾ ഇന്ന പണക്കാരന്റെ കുടുംബത്തിൽ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചൊന്നല്ല. ലോകം ഉറ്റുനോക്കുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ഓതിക്കൊടുക്കുന്ന ഒരു വചനം നമ്മൾ കേട്ടിട്ടില്ലേ? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ പടച്ച റബ്ബ് ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാ സൃഷ്ടിച്ചത്. പണക്കാരന് ഒരു വാപ്പയും ഉമ്മയേ ഉള്ളൂ, പാവപ്പെട്ടവന് ഒരു ഉമ്മയും വാപ്പയേ ഉള്ളൂ. കറുത്തോൻ ഒരു ഉമ്മയും വാപ്പയേ ഉള്ളൂ, വെളുത്തോന് ഒരു ഉമ്മയും വാപ്പയേ ഉള്ളൂ. അല്ലേ? അള്ള പഠിപ്പിക്കുക, ഒരു ഉമ്മന്റെ വാപ്പന്റെ അങ്ങനൊക്കെ ഉണ്ടായത്. അല്ലാണ്ട് പൈസക്കാരനായതുകൊണ്ട് അവന് രണ്ട് വാപ്പയും രണ്ടുമ്മയും ഇല്ലല്ലോ. കറുത്തോനായതുകൊണ്ട് ഓനൊരു പകുതി ഉമ്മയും പകുതി വാപ്പയും അല്ലല്ലോ. പിന്നെ എന്തിനാ പടച്ച റബ്ബ് നിങ്ങൾ വ്യത്യസ്ത ഗോത്രത്തിൽ അങ്ങനെ സൃഷ്ടിക്കാനുള്ള കാരണം? ചിലര് തറവാടിന്റെ വലുപ്പവും പണത്തിന്റെ ഹുങ്കും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ള ഏൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളെയും അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കാൻ, ആ ദീനി ചിട്ടയോടെ കുടുംബത്തെ സംവിധാനിക്കാൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയോ? പടച്ചോനെ സ്നേഹിച്ച് കുടുംബത്തിൽ ദീനി ചിട്ട കൊണ്ടുവരുന്നവരെ. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. അതിനെന്തു വേണം? കുടുംബത്തിൽ ദീനുണ്ടായാൽ മതി. ഇന്നെല്ലാവരും പറയാറുണ്ട്, കല്യാണത്തിൽ പലപ്പോഴും നിക്കാഹിന്റെ ഹുതുബകളിൽ നമ്മൾ കേൾക്കാറില്ലേ, ഫദ്ഫർ ബിദാത്തി ദീൻ, ദീന് നോക്കി പെണ്ണ് കെട്ടണം എന്നാ പറയാ. ആൾക്കാർ പറച്ചില്ലേ ദീനുള്ളൂ, ദീനുള്ള കുട്ടീനെ കിട്ടിയാൽ മതി, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ എന്ന് ആദ്യം പറയാം. അവസാനം ദീനുള്ള ഒരു കുട്ടീനെയൊക്കെ എങ്ങനെയോ കണ്ടുപിടിക്കും, പൈസ കുറവുണ്ട് കേട്ടോ, അത് പ്രശ്നമില്ല, പിന്നെ വലിയ തറവാടൊന്നല്ല, കുഴപ്പമില്ല. ദീനുള്ള കുട്ടീനെ കിട്ടണമെന്ന് വാശി പിടിച്ച് കുട്ടീനെ കെട്ടിക്കൊണ്ടുവരും. കെട്ടിക്കൊണ്ടുവന്ന കുട്ടീനോട് ഒരാഴ്ച തികയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ആൾക്കാർ ചോദ്യം തുടങ്ങും, എനിക്ക് എത്ര പവൻ കിട്ടി? ആകെ 10 പവൻ. എനിക്ക് മൂത്താപ്പല്ലേ? മൂത്താപ്പ എന്തോ തന്നോ? ഇല്ല. ഇതാരാ ചോദിക്കുന്നറിയോ? ദീ മാത്രം മതി എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവരുന്ന ചിലന്മാര്, ചില വാപ്പാര്. കാര്യത്തോടടുക്കും ആൾക്കാർക്ക് മുതല് വേണം, ആൾക്കാർക്ക് പൈസ വേണം. സ്വന്തം മോനുണ്ടാക്കുന്ന പൊരയിലേക്ക് കെട്ടിയോള പൊരയുന്ന സാധനം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന അത്ര അന്ധവിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിൽ വേറല്ല. എന്നിട്ട് നമ്മൾ പറയാ നമുക്ക് നല്ല ഈമാനാ സമാധാനം. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലേ വാപ്പാരുമാരും സംരക്ഷിക്കപ്പെടും. ഞാൻ ദീർഘിപ്പിക്കല്ലോ, ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ആ ഒരു വാക്കും കൂടി പറഞ്ഞു. കാരണം നമുക്ക് ആകെ വേണ്ടത് വിശ്വാസത്തിൽ ഒരു സമാധാനവും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലുണ്ടല്ലോ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. എന്നാൽ ഇത് രണ്ടും ഇല്ലെങ്കിലുണ്ടല്ലോ വലിയ പൊരയാണെങ്കിലും ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂല. ഇന്ന് അതേ ഉള്ളൂ എല്ലാവർക്കും. വലിയ വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, തിന്നാൻ ഒരുപാടുണ്ട്, പക്ഷെ മനസ്സമാധാനം മാത്രം പലരുടെ ജീവിതത്തിലും ഇല്ല. അതെന്ത് എന്ന ചോദ്യത്തിന് ഇസ്ലാം പഠിപ്പിച്ചു, കുടുംബത്തിലും ഹൃദയത്തിലും ദീനുണ്ടായാൽ മതി, പുറമെ ദീന് കാണിക്കണം എന്നൊന്നുമില്ല. ഞാൻ ഭയങ്കര മുത്തക്കിയാ, നിങ്ങൾ എനിക്ക് ഇവിടുന്ന് എഴുതി പോകുമ്പോൾ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് എന്നാൽ എനിക്ക് എന്തോ ഗുണമുണ്ടോ? നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടിട്ട് പറയാ ആള് നല്ല മുത്തക്കിയാട്ടോ, ഒരു കാര്യവുമില്ല. എന്റെ കെട്ടിയോട് പറയണം അയാൾ പ്രസംഗിക്കുന്നതിന് കാര്യമുണ്ട്, അത് ദീന്, അത് കുടുംബത്തിലെ ദീന്. നാട്ടുകാർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിക്ക് കല്യാണപ്രായമായി. പല ഭാഗത്തൊന്നും ആലോചന വരുന്നുണ്ട്, ധനാഢ്യര്, പൈസക്കാര്. പക്ഷേ റസൂലുള്ള ആർക്കും സമ്മതം മൂടുന്നില്ല. കാരണം റസൂലുള്ളാക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട്, റസൂലുള്ള എടുത്ത് പോറ്റി വലുതാക്കിയ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഫാത്തിമാനെ കെട്ടിക്കണം. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാക്ക് അത് പറയാനൊരു മടി. കാരണം പ്രവാചകൻ അത് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചാലോ, റസൂല് നോക്കിയതിന്റെ കൂലി ചോദിക്കാന്ന്. അതുകൊണ്ട് റസൂലിന് ചോദിക്കാൻ ഒരു മടി. എന്നാ അതേ ആഗ്രഹം അലി റളിയല്ലാഹു അൻഹുവിനുണ്ട്, ഫാത്തിമാനെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന് റസൂലിനോട് അത് പറയാൻ മടി. കാരണം പ്രവാചകൻ എടുത്തോണ്ട് പോന്ന് വളർത്തിയതാ അലി റളിയല്ലാഹു അൻഹുവിനെ. അബൂ ത്വാലിബ് എന്ന എളാപ്പ മരിച്ചപ്പം ആ കുടുംബം പട്ടിണിയായി.
പക്ഷേ ചെറുപ്പത്തിൽ പ്രവാചകനെ നോക്കിയിരുന്ന അബൂ ത്വാലിബിനോടുള്ള കൂറ് കാരണം അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പുരയിൽ മോനെ പോലെ നോക്കുക. ആ അലിയെ കൊണ്ട് ഫാത്തിമാനെ കെട്ടിക്കണം എന്ന് റസൂലിനുണ്ട്. ചോദിച്ചാൽ റസൂലിന് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ബേജാറിൽ അലിയും ഉരുകിക്കൊണ്ടിരിക്കുക. അവസാനം മദീനത്തെ പള്ളിയിൽ ഒരു സുബഹി നിസ്കരിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അലി ഒരു സങ്കടം? അദ്ദേഹം പറഞ്ഞു, അബൂബക്കറെ, ഫാത്തിമാക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട്, അതിനെന്താ അലി താങ്കൾക്ക്? ഫാത്തിമയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അബൂബക്കർ. ഇത് കേട്ട ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലി, എന്തുകൊണ്ടാ നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത്? ഫാത്തിമാന്റെ സൗന്ദര്യാണോ അല്ലെങ്കിൽ റസൂലിന്റെ മകളി എന്ന പരിഗണനയാണോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല അബൂബക്കറെ, ഫാത്തിമയെ പോലെ പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആഴ്ചകളോളം പട്ടിണി കിടന്നാലും അള്ളാന്റെ സ്വർഗത്തിൽ ഫാത്തിമ എന്നെത്തിക്കും. വല്ലാത്തൊരു ചിന്തയാണത്. നിന്റെ ഫാത്തിമന്റെ കൂടെ ഉണ്ടെങ്കിൽ ആഴ്ചകളോളം ഞാൻ പട്ടിണി കിടന്നാലും ഫാത്തിമ എന്നെ സ്വർഗത്തിലെത്തിക്കും. ഇത് കേട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി, അതാണ് നെയ്യത്തെങ്കിൽ ഒരു മടിയും വേണ്ട, നേരിട്ട് റസൂലിനോട് ചോദിച്ചു. അന്ന് ളുഹർ നിസ്കരിച്ച് എഴുന്നേറ്റ് നടക്കുന്ന റസൂലുള്ളാഹിന്റെ മുൻപിലേക്ക് അലി റളിയല്ലാഹു അൻഹു കയറി നിന്നു. റസൂൽ ചോദിച്ചു, എന്തേ അലി? ഒന്നുമില്ല നബിയെ. പറ അലി, നബിയെ ഒരു ആഗ്രഹം പറയുക, എനിക്കതിന് അർഹത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിത്തരണം. അല്ല, എനിക്കതിന് യോഗ്യതല്ലെങ്കിൽ എന്നെ നിങ്ങൾ വെറുപ്പോടെ നോക്കരുത് റസൂലേ, നീ കാര്യം പറ അലി. ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം നബിയെ. അത് കേട്ട റസൂൽ കുറച്ചു നേരത്തേക്ക് അങ്ങ് മിണ്ടാതായി പോയിന്നാ. കാരണം റസൂലുള്ളാഹിക്ക് എന്തോ സന്തോഷം. നിന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അലിയെ കൊണ്ട് അത് ചോദിപ്പിച്ചത് എന്നുള്ള ആവേശത്തിലായി പോയി റസൂല്. പക്ഷേ പ്രവാചകൻ മിണ്ടാതിരുന്നപ്പം അലി അടക്കം മുഴുവൻ സഹാബാക്കളും കരുതി റസൂലുള്ളാഹിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ മുൻപിൽ നിന്നും അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ പ്രവാചകൻ ബേക്കിലൂടെ ഓടി വന്ന് അലിയെ പിന്നിന്ന് ഇങ്ങനെ നെഞ്ചോണ്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബിനോട് കണ്ണീരോടെ പറഞ്ഞു, അലി, പടച്ചോൻ തന്നതാ ഫാത്തിമാനെ, ആ ഫാത്തിമാക്ക് നിങ്ങളെ എനിക്ക് സമ്മതാണ് അലി. പിന്നെ റസൂൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പിന്നെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയെന്ന് പറയുന്നത് ഞാൻ പറയുന്നത്, ആ കുടുംബത്തിൽ ദീൻ ഉണ്ടായപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ അലി ഇബ്നു അബീ ത്വാലിബിന് ഒരു വീടില്ല. അലി ഇബ്നു അബീ ത്വാലിബിന് ഒരു വീടില്ല, ഒരു നല്ല ജോലി ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി താടി ഇങ്ങനെ ചെകഞ്ഞിട്ടായിരുന്നു. അപ്പൊ ആൾക്കാര് പുല്ലും വണ്ടി എന്നൊക്കെ തമാശക്ക് വിളിക്കായിരുന്നു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പുതിയാപ്ലയായി കണ്ടു. രണ്ടുപേരും ജീവിതം ആരംഭിച്ചു. പിന്നെ എന്ത് രസാന്നറിയോ അവരെ ജീവിതം, എത്ര സന്തോഷമെന്നറിയോ. ഇന്നും ലോകത്തൊരു കവികൾക്ക് പാടിയിട്ടും വർണ്ണിച്ചിട്ടും മതി വരാത്ത ഒരൊറ്റ കുടുംബമേ ഉള്ളൂ, അത് നബി തങ്ങളുടെ മകളെ കുടുംബമാണ്. ഇപ്പോഴും മാപ്പിളപ്പാട്ട് നമ്മൾ കാണാറില്ലേ, കൽബാണ് ഫാത്തിമ, അയകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. ഇത് ഏത് ഫാത്തിമയാണ്? റസൂലുള്ളാഹിന്റെ മോള് ഫാത്തിമാനെ പറ്റിയ. അവരെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ രംഗങ്ങളും. അലി ഇബ്നു അബീ ത്വാലിബ് വലിയൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് നേരം പുലർച്ചെ സമയത്ത് ഫാത്തിമ ബീവി സുബഹിന്റെ മുൻപ് ഇങ്ങനെ പല്ലേക്കുക. ദൂരത്തുനിന്ന് ശബ്ദം കേട്ട് ഫാത്തിമ ബീവിന്റെ ആ പല്ലേക്കുന്ന കൊള്ളിയിലേക്ക് നോക്കി അലി ഇബ്നു അബീ ത്വാലിബ് പാട്ടുപാടിയുന്ന, ഫാത്തിമ, എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ ആ അറാഖിന്റെ കൊള്ളിക്കഷണം ഞാൻ കണ്ടിച്ചു കളയും, കൊന്നു കളയും ഞാൻ അതിനെ. ഫാത്തിമ ബീവി വേഗം പല്ലേപ്പ് നിർത്തി വായ കൈകി ഓടി അലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അലി, ആ അതരം ദിവസങ്ങളായി നിങ്ങളെ കാത്തിരിക്കുകയാണ്, ഈ ചുണ്ട് നിങ്ങളെ കാത്തിരിക്കുക അലി. രണ്ടാളും കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറിയുന്ന. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനാണത്. ഇന്ന് പിയാപ്പെപ്പളം വരുന്നു എന്ന് ഭാര്യക്കും ഓർമ്മല്ല, മൂപ്പര് ബെല്ലടിച്ചാ തുറക്കണം നോക്കും ഓർമ്മല്ല, ഓളെന്തൊക്കെ സങ്കടത്തിലാന്ന് ഓനും ഓർമ്മല്ല. തിന്നാനുള്ളത് നേരത്തിന് കിട്ടണം, സ്ഥിരിട്ട് കിട്ടണം, ആവശ്യങ്ങൾ നടക്കണം, തിന്നുന്നു കുടിക്കുന്നു, നട്ടപ്പാതിര 12 മണി വരെ ബെഡ്മേൽ 2 ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ചാറ്റ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. ആർക്കപ്പ സമാധാനമുള്ളത്? ആർക്ക കുടുംബത്തിൽ സ്വസ്ഥത ഉള്ളത്? ചിലര് പറയും മക്കളായിപ്പോയി അതുകൊണ്ട് അങ്ങനെ പോകുകയാണ്. ആ രീതിയിൽ കുടുംബങ്ങൾ മാറി. ഇനിയോ ഓരോ സെക്കൻഡുകൾ ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി എന്താ? മക്കള് നമ്മളെ നോക്കുന്നൊരു ഉറപ്പുമില്ല, അല്ലെ? മക്കള് നമ്മളെ പരിഗണിക്കുമെന്നൊരു ഉറപ്പുമില്ല എന്നുള്ള ബേജാറിൽ ജീവിക്കുക പലരും. ഇതേ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും ജീവിക്കുക. ഒരു ദിവസം 9 മാസം ഗർഭിണിയ ഫാത്തിമ ബീവി. ആ മക്കള് വയറിലുള്ള സമയം പ്രവാചകന്റെ മകള് വീട്ടിലേക്ക് ക്ഷീണിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, അലി,
മധുരമുള്ള കാരക്ക തിന്നാൻ എന്തോ പൂതി, നമ്മൾ പറയും ഗർഭപൂതി എന്നൊക്കെ പറയും. അത് കേട്ട സെക്കൻഡിൽ ആ വീട്ടിലുള്ള ഒരു ഗോതമ്പിന്റെ റൊട്ടി പരിഗണിക്കാതെ, എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ അലി റളിയല്ലാഹു അൻഹു തെരുവിലിറങ്ങും. പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിക്കും, ആരും കൊടുക്കൂല. അവസാനം റസൂലുള്ള കൊടുത്ത പടയങ്കി പണയം വെച്ച് കൈ നിറയെ ഈത്തപ്പഴം വാങ്ങി അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിലേക്ക് ഓടുക. മദീന പള്ളിന്റെ മുൻപിലൂടെ കാരക്കൻ പിടിച്ചോടുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ സഹാബാക്കൾ കണ്ടപ്പോ പറഞ്ഞു, അലി ഒരു കാരക്ക ഞങ്ങൾക്ക് താ, പട്ടിണിയാ അലി. സഹാബാക്കളെ കരച്ചിൽ കണ്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് കൈ നീട്ടി. പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ ആർത്തിയോടെ കാരക്ക മുഴുവനും തിന്നു. വെറും കയ്യോടെ അലി ഇബ്നു അബീ ത്വാലിബ് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട ഫാത്തിമ ബീവി ഒന്നും പറയാതെ ആ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പെടുത്ത് ചുട്ട് പത്തിരിയാക്കി അലിന്റെ മുൻപ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, തിന്നോ അലി, കഴിച്ചോളൂ അലി. അലി റളിയല്ലാഹു അൻഹു ആ ഗോതമ്പിന്റെ റൊട്ടി എടുത്ത് ഇങ്ങനെ മുറിക്കും അറിയാണ്ട് അങ്ങ് കരഞ്ഞു. ഇത് കണ്ട ഫാത്തിമ ബീവി അടുത്തിരുന്ന് ചോദിക്കും, എന്തിനാ അലി കരയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും, ഫാത്തിമ നീ എന്താ എന്നോട് ആ മധുരം ചോദിക്കാത്ത? ഒരാവശ്യത്തിന് പറഞ്ഞയച്ചല്ലേ എന്നെ, നീ എന്താ എന്നോട് കാരക്ക ചോദിക്കാത്ത ഫാത്തിമ? ഫാത്തിമ ബീവി തിരിച്ചു പറഞ്ഞു, അലി എനിക്ക് ഉറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നേക്കാളും അർഹതപ്പെട്ട ആരെയോ നിങ്ങൾ വഴി കണ്ടിട്ടുണ്ടാകും, അല്ലാതെ നിങ്ങൾ ഇന്നെ മറക്കൂല അലി, അല്ലാതെ നിങ്ങൾ ഇന്നെ മറക്കൂല അലി. കെട്ടിയ പെണ്ണിനേക്കാൾ മൊഞ്ചുള്ള പെണ്ണിനെ കണ്ട് വാത്തുറന്ന് പൊളിച്ച് അഭിഹിതം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ചിന്തിക്കണം. ഒരു പെണ്ണിന്റെ വിശ്വാസ എന്നെക്കാളും അർഹതപ്പെട്ട ഏതോ പട്ടിണിക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ ഇന്ന മറക്കൂല അലി. അലി റളിയല്ലാഹു അൻഹു ഉണ്ടായതൊക്കെ വിവരിച്ചു കൊടുക്കും. പറഞ്ഞു തീരുമ്പോഴേക്കും റൊട്ടി മുറിച്ച് സ്വന്തം ചുണ്ടുകൊണ്ട് അലീന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലി ആ മധുരമുള്ള കാരക്ക തിന്നതിനേക്കാൾ മധുരം തോന്നുന്നു നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തി കേട്ടിട്ട്. എനിക്കൊരു ബേജാറില്ല അലി, പടച്ചോൻ വിധിച്ചാൽ ഇനിയും നമുക്ക് അവസരം ഉണ്ടല്ലോ അലി. ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിച്ച് അലിയാര് തങ്ങൾ ഉമ്മ കൊടുക്കുക. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനാണിത്. സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുക എന്നറിയോ? മനസ്സിന്റെ ഉള്ളിൽ ദീന് കയറാത്തത് കൊണ്ടാ. ആൾക്കാർക്ക് പരസ്യങ്ങളും സിനിമകളും മോഡലുകളും പവറുകളും മതിയെന്ന് ചിന്തിച്ചപ്പോ ഓരോരുത്തരും മനസ്സിലും കറുത്ത കറകൾ വരാൻ തുടങ്ങി. ഇനിയോ ഇതേപോലെ അവസാന കാലഘട്ടത്തിലേക്ക് അടുത്ത സമയം ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് പാരിതോഷികമായിട്ട് കിട്ടുന്നത് നല്ല പരുപരുത്ത റൊട്ടിയാണ്. അന്ന് വരെ അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങനത്തെ റൊട്ടി കിട്ടിയിട്ടില്ല. അലി അതീർമായി വീട്ടിലേക്ക് ഇങ്ങനെ ഓടി വരിക. വീട്ടിൽ ഫാത്തിമ ബീവി ഉണ്ട്, 2 ആൺമക്കളുണ്ട്, ഹസൻ ഹുസൈൻ. ആ റൊട്ടി 4 കഷണാക്കി, ഒരു കഷണം ഹസന് കൊടുക്കും, ഹുസൈന് കൊടുക്കും, ഒരു കഷണം ഫാത്തിമാന്റെ കൈമ കൊടുക്കും, ഒരു കഷണം അലി ഇബ്നു അബീ ത്വാലിബും തിന്നാൻ തുടങ്ങും. 3 ആണുങ്ങളും തിന്നുടങ്ങും. ഹസൻ ഹുസൈൻ അലി റളിയല്ലാഹു അൻഹുമ 3 പേരും ഇങ്ങനെ തിന്നുമ്പം ഫാത്തിമ ബീവി ആ റൊട്ടിയിലേക്ക് നോക്കി ഇങ്ങനെ കരയും. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എന്തിനാ ഈ കരയുന്നത്? വയറ് നിറച്ച ഒരു റൊട്ടി എനക്ക് തരാൻ പറ്റാത്തത് കൊണ്ടാണോ ഫാത്തിമ? ഫാത്തിമ ബീബി പറഞ്ഞു, അല്ല അലി, പിന്നെന്തിനാ ഫാത്തിമ ഈ കരഞ്ഞ്? കാരണം പറയണം. ഫാത്തിമ ബീബി ആ റൊട്ടി നോക്കിയിട്ട് പറഞ്ഞു, അലി ഈ റൊട്ടി കണ്ടപ്പോ എനിക്ക് എന്റെ വാപ്പനെ ഓർമ്മ വന്ന്, എനിക്ക് എന്റെ വാപ്പനെയാ അലി ഓർമ്മ വന്ന്. എന്റെ വാപ്പ പട്ടിണിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ റൊട്ടിയായിട്ട് ഫാത്തിമ ബീബി പോകുന്നത് റസൂലിന്റെ അടുത്തേക്കാണ്. കിടക്കുന്ന വാപ്പാനെ തട്ടി വിളിച്ചിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, വാപ്പ റൊട്ടി അലിയാര് തങ്ങൾ കൊണ്ടുവന്നതാണ്. അള്ളാന്റെ റസൂല് അതിങ്ങനെ എടുത്ത് ചുണ്ട് ഇങ്ങനെ കീറി ഒരു കഷണം കീറിയിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ വാ തുറക്ക്. ഫാത്തിമ ബീവിന്റെ വായിലേക്ക് വെച്ചെടുക്കുമ്പോൾ അലിയാര് അഥവാ ഫാത്തിമ ബീവിന്റെ മുഖത്തൂക്കിയിട്ട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, 3 ദിവസമായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട്. 3 ദിവസമായി മോളെ എന്റെ വാപ്പന്റെ വയറൊരു ഭക്ഷണം കണ്ടിട്ട്. എന്നിട്ട് ഒരു കഷണം വായിലിട്ട് ഒരു കഷണം ആയിഷ ബീവിക്ക് കൊടുക്കാൻ പറയുമ്പോൾ മകളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂല് പറയുന്നുണ്ട്, മോളെ വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പടച്ചോൻ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അത് ചോദിക്കാതെ പടച്ചോൻ നമ്മളെ സ്വർഗത്തിലാക്കൂലട്ടോ. വാപ്പാനെ മറക്കാത്ത മോള് എന്തുകൊണ്ടാ? ദീനുള്ളത് കൊണ്ടാ. കുടുംബത്തിന് സമാധാനം ഉണ്ടാവണോ? ദീനുണ്ടാവണം. രക്ഷിതാക്കൾ സംരക്ഷിക്കപ്പെടണോ? ദീനുണ്ടാവണം. ദീനില്ലാത്ത മക്കൾക്ക് വാപ്പയമ്മയും കണക്കാം. അവർക്ക് അവരുടെ സൗകര്യമായിരിക്കും വലുത്. നമ്മുടെ കാര്യങ്ങള് അല്ലേ? 18 ദിവസം ഉമ്മ സൂക്കേടായി കിടന്നിട്ടും നാട്ടിലുള്ളവൻ ഉമ്മാനെ പോയി വെക്കാൻ നേരല്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭർത്താവിന്റെ ഉമ്മയെ ഒന്ന് തിരിഞ്ഞു വെക്കാൻ പെമ്മക്കൾക്ക് നേരല്ല. 5-8 മക്കളെ പെറ്റ വയറിന്റെ നോവോടുകൂടി വളർത്തി വലുതാക്കിയിട്ടും മരിക്കാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം ചുണ്ടിൽ ഉറ്റിക്കിട്ടാതെ മരിക്കുന്ന വാപ്പാരുമാരുണ്ടെങ്കിൽ
നമ്മൾ ചിന്തിക്കണം, നമ്മളെ കുടുംബത്തിൽ ദീനിന്റെ കുറവാണത്. ഞാൻ പലപ്പോഴും ഖുതുബക്കൊക്കെ കയറുമ്പോൾ ചില മക്കളൊന്ന് കൈ പിടിച്ചിട്ട് പറയും, ഉസ്താദെ നിങ്ങളൊന്ന് ദുആ ഇരക്കണം. ഞാൻ ചോദിക്കും എന്തിന്? അല്ല വാപ്പനെയും ഇമ്മനെ ഇങ്ങനെ ഉറക്കത്ത് കാണുന്നുണ്ട്, എന്തോ ഒരു സങ്കടം. ഞാൻ പറഞ്ഞു, വാപ്പനെയും ഇമ്മനെയും നല്ല നിലക്ക് നോക്കുന്ന മക്കൾക്ക് ഒരു ബേജാറുണ്ടാവില്ല, ഒരു ബേജാറുണ്ടാവില്ല. ഓല് മരിച്ചാലും ഒരു സമാധാനം ഉണ്ടാവും. ഞാൻ ആ നല്ല നിലക്ക് നോക്കിയിട്ടുണ്ട്. എന്നാ അത് നോക്കാൻ നേരം കിട്ടാത്തവനും ദുനിയാവുണ്ടാക്കാൻ പരക്കം പാഞ്ഞവനും വാപ്പയമ്മയും മരിച്ചാലും ആ ബേജാറ് നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. പിന്നെ ഓൻ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് മരിച്ച വാപ്പാന്റെ പേരിൽ പള്ളിക്ക് 100 ചാക്ക് സിമെന്റും യത്തീഖാനക്ക് 10 ചാക്ക് അരിയൊക്കെ കൊടുക്കും അഭിനയിക്കാൻ. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈ പിടിച്ച് വാപ്പയമ്മ എന്തോ ബേജാറുണ്ടോ, ഞാനിന്ന് ലീവാക്കാം, ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം, രണ്ടാളും വരീന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഒരു 2000 റുപ്യ ചെലവാക്കുന്നതിന്റെ സ്നേഹത്തോളം വരൂല മക്കളെ. മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്ക് കൊടുക്കുന്ന 100 ചാക്ക് അരിയും 10 ചാക്ക് സിമെന്റും ഒന്നും. അത് ജീവിച്ചിരിക്കുമ്പം കൊടുക്കാൻ ചിന്തിക്കുന്നവരാ മനസ്സമാധാനം കിട്ടുന്ന മക്കള്. അതല്ലാത്തവര് മരിക്കുന്നവരെ ആ നെഞ്ചിന്റെ വേദനയും നെഞ്ചിന്റെ പെടച്ചിലുമായിട്ട് ജീവിക്കേണ്ടി വരും. കുടുംബത്തിൽ ദീന് കൊണ്ടോ കുടുംബ സമാധാനം. എന്തും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദീനിന്റെ എന്ത് രസാന്നറിയോ ജീവിതം. ഞാൻ പറയാറുണ്ട്, പല രാത്രിയും ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് 12-1 മണിക്കൊക്കെ, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ. ഞാൻ നാളെ രാവിലെ നാട്ടിലെത്തും. എന്നിട്ടും എന്റെ ഭാര്യ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയും. അവളെ ഉള്ളിലൊക്കെ അറിയാം, ഞാൻ പോകുന്നത് ഷീട്ട് കളിക്കാനോ കള്ളുടിക്കാനോ നാട്ടിലേതെങ്കിലും പുര കുത്തി തുറന്ന് എന്തെങ്കിലും പണ്ടോ പണോ ഉണ്ടാക്കാനല്ല, ഏതെങ്കിലും ടർഫ് ചെന്ന് കുത്തിയിരുന്നിട്ട് നുണയും പറഞ്ഞിരിക്കാനൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരാണ് കുടുംബത്തിലെ ദീന്. അല്ലാതെ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൊരിക്കലും മാത്രമാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതേ ഉള്ളൂ ചിലർക്ക്. ചില ഭാര്യമാര് പറയലില്ലേ, പിയാപ്പിൾ എങ്ങനെയുണ്ട്, നല്ല ദീനാ, പിന്നെന്താ കുഴപ്പം, സ്വഭാവം ഒരു 5 വയസ്സേക്കും പറ്റൂല, ദേശീയ ആള് നല്ല ദീനാ, നിസ്കരിക്കണോ നോമ്പ് വിൽക്കണം, കുപ്പായ അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം, പർദ്ദടണം അത്തടണം, പക്ഷെ സ്വഭാവം ഒരു നല്ല വർത്താനം കേൾക്കാൻ നമുക്കും പൂതിയില്ല എന്ന് ചോദിക്കുന്ന ഭാര്യയുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് പെൺകുട്ടി എങ്ങനെയുണ്ട്, ഓള് നല്ല ദീന, നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ്സിലും ഉണ്ടാവും. എന്നാ സ്വന്തം വാപ്പനെയും ഇമ്മനെയും നോക്കുന്നിടത്തിലും പിയാപ്പിളിനെ നോക്കുന്നിടത്തിലും 0 ആയിരിക്കും. ഞാൻ ചിലപ്പോ കുത്തുബക്ക് കയറുമ്പോൾ ചില പിയാപ്പിളാര് കൈയടിച്ചിട്ട് പറയും, ഉസ്താദേ നിങ്ങളെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഭർത്താക്കന്മാരെ നോക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം പറയണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും അതെന്താ? അല്ല ഓള് ദീനൊക്കെ തന്നെയാണ്, നിസ്കരിക്കും നോമ്പൊക്കെ ചെയ്യും, പിന്നെന്താ കുഴപ്പം? അല്ല പൊരേ കയറി ചെന്ന ഒരാൾക്ക് വെള്ളം തരുന്നെടുത്ത്, അല്ലെങ്കിൽ ഇന്റെ ഒരു ബേജാറ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ വാങ്ങി, നമുക്കത് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പൈസ ഉണ്ടോ, ഇതൊന്നുമില്ല. പക്ഷെ ആള് നിൽക്കാരോ നോമ്പൊക്കെ ക്ലിയറാ. ആ ദീനല്ലോ കുടുംബത്തിലെ ദീന്. അയാളെ നെഞ്ചറിയണം, അയാളെ നൊമ്പരറിയണം, അയാളെ സങ്കടം സ്വന്തം തോളം കൊണ്ട് ഇല്ലാണ്ടാക്കണം. അതാണ് ദീന്. ആ ദീന ഇസ്ലാം പഠിപ്പിച്ച അതൊരു സമാധാന. മരിച്ചടക്കുന്ന ഭാര്യക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഭർത്താവിനോട് നാട്ടുകാർ പറഞ്ഞു. അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പർക്ക് ഒരു കുറവ്. കാരണം എന്താ, 40-ാം വയസ്സിൽ നിർത്തിയത് ഉമ്മ എടുക്കലൊക്കെ. അപ്പൊ അങ്ങനെയാ, മൂത്ത മോളെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിയാപ്പിള പുറത്തും 30 അകത്തും. നമ്മൾ സ്വയം വലുതായി എന്നാ ചിന്തിക്കുക. 95 വയസ്സായാലും 100 വയസ്സായാലും ഭാര്യയും ഭർത്താക്കന്മാരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല. എന്റെ ഓക്ക് പകരം നിൽക്കാൻ വേറെ ഒരു പെമ്മക്കൾ ഉണ്ടായിട്ടും കാര്യമല്ല. എന്റെ ഭാര്യയായിട്ട് ഓൾ എന്നെ വേണം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. ആ ചിന്തയാണ് കുടുംബത്തിലെ ദീന്, സമാധാനം. അവൾക്കും ആഗ്രഹങ്ങളുണ്ട്, അവൾക്കും സ്വപ്നങ്ങളുണ്ട്, അവൾക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കലാണ് ദീന്. ഞാൻ ദീർഘിപ്പിക്കല്ല, ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദീനുണ്ടെങ്കിൽ അതൊരു മനസ്സമാധാനം. ആ ദീൻ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും സന്തോഷവും സമാധാനവും ഉണ്ടാവും. മക്കളെ കാര്യത്തില് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുനിയാവെന്ന ഒരു വാപ്പയമ്മ ഏറ്റവും സമാധാനത്തിൽ മടങ്ങുന്നത് എപ്പോഴാ? മക്കള് മയ്യത്ത് സ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ദുനിയാവെന്ന് കൂടെ പോരുന്ന ഏറ്റവും വലിയ പുണ്യം. പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മൂത്ത മോനെയും മോളെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുക, മോനെ ഉമ്മപ്പം മരിച്ചാല് അല്ലെ വാപ്പ ഈ സമയത്ത് മരിച്ചു വീണ നിന്റെ പൊന്നു മോനാണ് മയ്യത്തസ്കാരത്തിന് നിൽക്കേണ്ടത്. നിന്റെ മോന് മയ്യത്തസ്കാരത്തിന്റെ പ്രാർത്ഥന ഒന്ന് ചെല്ലിത്താം. അപ്പൊ ഓൻ പറയാ, അമ്മേ എനിക്ക് അറിഞ്ഞൂടട്ടോ, ഇത് മയ്യത്തസ്കാരത്തിന്റെ 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹ്മഹു വഅഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന ദുആ സ്വന്തം വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞൊരു മകൻ പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞൂടാത്തൊരു മോനാണെങ്കിൽ, വാപ്പാരന്മാരെ നിങ്ങൾ വലിയ നഷ്ടത്തിലാട്ടോ. നിങ്ങൾ ദുനിയാവ് എങ്ങനെ വാരിപ്പിടിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു മനസ്സമാധാനത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ആ മക്കളെ ശത്രുക്കളായിട്ടേ പരലോകത്ത് നിങ്ങൾ കാണും. ആ മക്കൾ നിങ്ങളെ ശത്രുക്കളായിട്ടേ റബ്ബിനെ പരിചയപ്പെടുത്തൂ.
ഇവര് കാരണം റബ്ബേ ഞങ്ങൾ ഇങ്ങനെയായി പോയത് എന്ന് സ്വന്തം വാപ്പന്റെയും ഇമ്മന്റെയും മുഖത്ത് നോക്കി മക്കൾ പറയുമ്പോൾ അന്ന് ദീനിനെ ഇല്ലായ്മയെ പറ്റി സങ്കടപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ ദുനിയാവില് കുടുംബത്തിൽ ദീനിന്റെ എല്ലാ ഭാഗവും റെഡിയാണ്. പട്ടിണിയാണോ? അഡ്ജസ്റ്റ്മെന്റാ. ഇനി മക്കളെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ? റെഡിയാണ്. ഞാൻ പറയാറുണ്ട്, അതും കൂടി അഡ്ജസ്റ്റ്മെന്റ് ആകുന്നത് അതുകൊണ്ടാണ്. ചില മോൻ നല്ലോണം പഠിച്ചെന്ന് വരും, ചിലത് പഠിക്കാണ്ട് പോകും. അപ്പോഴേക്കും നമ്മൾ ടെൻഷനായി. അതെന്താ? മൂത്തോ നല്ലോണം പഠിക്കുന്നുണ്ട്, ഇളയത് ഇങ്ങനെയാ. ആയിക്കോട്ടെ, ഓൻ അള്ള വിധിച്ചൊരു രീതി ഉണ്ടാവും. അല്ലാണ്ട് ഓൻ അങ്ങനെ ആയിപ്പോയിന്റെ പേരിൽ ഓനോട് വേർതിരിവ് കാണിക്കരുത്. ഇത് മണ്ടേ, ഓക്ക് വിവരമുണ്ട് എന്ന് മക്കളെ വേർതിരിക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ സമാധാനം. ആ സമാധാനത്തോടെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു ശാന്തത ഉണ്ടാവൂ. നമ്മളെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സമ്പത്തിലെ ദീനി സമാധാനം എന്താ? കുറെ മുതലുണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, MA യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ 3000 കോടി കൈമലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് വിദേശ രാജ്യത്ത് അഥവാ ദുബായിൽ ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് വാപ്പാന്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, നിന്റെ പൈസ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും, എത്ര പൈസ ഞാൻ ചെലവാക്കും, എനിക്ക് എന്റെ വാപ്പാനെ നല്ലോണം കിട്ടിയാൽ മതിയും. ഫോണിൽ കൂടെ അത് പറഞ്ഞ യൂസഫ് അലി സാഹിബ് ആശുപത്രിയുടെ അടുത്തെത്തുമ്പോഴേക്കും വാപ്പ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഡോക്ടർമാര് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടാവണത് നോക്കി പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല. അപ്പം പൈസ കൂടുതൽ ഉണ്ടാകലൊന്നും സമാധാനമല്ല. 10 റുപ്യ കിടക്കേണ്ട സ്ഥാനത്ത് 1000 റുപ്യ കിടക്കുമ്പോൾ നമ്മളെ ചിന്ത മാറുകയും ചെയ്യുന്നത്. എന്ന് കരുതിയിട്ട് പണം വേണ്ടാന്നല്ല, പക്ഷെ പണമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ആർത്തിയ മനുഷ്യന്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പൈസക്കാർക്കൊക്കെ സമാധാനം ഉണ്ട്? ഇല്ലട്ടോ. കോടീശ്വരനും സമാധാനക്കേടേ ഉള്ളൂ. ഇനിയും ആർത്തി പിടിച്ചോടുക. ഈ ദുനിയാവിലെ പടച്ചറബിന്റെ ദുനിയാവിൽ ആർത്തി പിടിച്ച് സമ്പാദിക്കുക. എന്നിട്ട് അതിന്റെ പേരും പെരുമയും ഖബറിൽ എത്തുന്നവരെ ആ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ മുതലിന്റെ പിന്നാലെ ഓടുന്നവര്. അതുകൊണ്ട് തന്നെ പണം എന്ന ആർത്തിക്ക് പിന്നാലെ മനുഷ്യൻ പോകുമ്പോൾ സമാധാനം ഇല്ലാണ്ടാവും. പടച്ചോൻ തന്നത് അന്നത്തേക്ക് ഉപയോഗിക്കുക. നിക്ഷേപമാക്കി വെക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല, ആവശ്യത്തിന് കരുതി വെക്കുക. എന്നാൽ ആ സമ്പത്ത് കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ? അതിനത് ഉപയോഗിക്കുക. ബംഗാളം അല്ലെങ്കിൽ ബംഗാള പ്രദേശത്ത് പൈസ കടം ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കടത്തിലും കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവൻ അവസാനം ആ അസുഖം ബാധിച്ച് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയാലും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പടച്ചവനോട് കണക്ക് പറയേണ്ടി വരുന്ന ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാ. ഒരു സാധു മനുഷ്യൻ എന്നോട് പറഞ്ഞ കഥയാ. കണ്ണിനൊരു ഓപ്പറേഷൻ 15,000 റുപ്യ കൊടുത്ത ഓപ്പറേഷൻ നടത്തും. അയാൾക്ക് കാഴ്ചശക്തി ഉണ്ടാവും. ഡോക്ടർമാർ അത് പറഞ്ഞപ്പോൾ നാട്ടില് റോഡിന്റെ സൈഡില് ചൈനീസ് സാധനം 10 റുപ്യന്റെ ചൈനീസ് സാധനം വിൽക്കുന്ന ആ സാധു 10ഓളം പൈസക്കാരെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഒരു 15,000 റുപ്യ വാങ്ങി കടം തരുമോ? ഞാൻ തിരിച്ചു തരും, ഒരു കൊല്ലത്തിന്റെ അടുത്ത് തിരിച്ചു തരും. ഒരു മനുഷ്യനും കൊടുത്തില്ല, കിട്ടൂല എന്നുള്ള പേടി. ഇന്ന് ആ മനുഷ്യൻ കണ്ണ് കാണാതെ കൈ വടിയും കുത്തിപ്പിടിച്ചിട്ട് കച്ചവടം നടത്തുക. ആ നാട് മൊത്തം പടച്ചവനോട് കണക്കറിയേണ്ടി വരും. അനക്കാൻ മടിയാ ചിലർക്ക്. ദീന് എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊടുക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെയാണ്. അതാ ഈമാൻ, അതാ സമ്പത്തിലെ ഈമാൻ. അല്ലാണ്ട് ഈമാൻ ഉണ്ടാവുക, ഏറ്റവും വലിയ ഈമാൻ എന്താണെന്നറിയോ? സാമ്പത്തിക രംഗത്ത് നല്ല നിലക്ക് ഇടപെടല. അല്ലാണ്ട് നിസ്കരിക്കലും നോമ്പൊരിക്കലും. നമ്മൾ നാട്ടിലും ചില ആളുകളെ പറ്റി പറയാറില്ലേ, ആള് നല്ല ദീന, പക്ഷെ ഇറക്കാൻ മടിയ, പൈസ ഇറക്കാൻ മടിയ. അത് കൈമല്ലും കാൽമെന്നും ഒരു കഷ്ണ ഇറച്ചി അരിഞ്ഞു കൊടുക്കുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ഈമാൻ ഉണ്ടാവും. 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ 1-ാമത്തെ സഫിൽ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ഒത്താശക്കും ഉണ്ടാവും. എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ഇടത്തിൽ ഇത്രക്ക് വേജാറുള്ള മനുഷ്യന്മാര് വേറെ ഉണ്ടാവില്ല. ഇനി ഞാൻ തമാശക്ക് പറയാറുണ്ട്, നിസ്കാരത്തിനും നോമ്പിനും അല്ലെങ്കിൽ ഒതൂനൊന്നും പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിസ്കാരത്തിന് 100 റുപ്യ ഒതൂന് 50 റുപ്യ ആക്കി വെക്കേണ്ടി, സർവ്വ പള്ളി കൂട്ടിയിടേണ്ടി വരും. എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദീന. അത് കൊടുക്കുമ്പോഴേ അള്ള വലുതാക്കി തരൂ. കൊടുത്തതിന്റെ പേരിൽ ഒരാളെയും പടച്ചോൻ കുറപ്പിച്ചിട്ടില്ല. ഒരാളെയും പടച്ചോൻ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യൂല. നമുക്ക് പോയ വഴി അള്ള 10 വഴിയാക്കി തിരിച്ചുണ്ട തരുന്ന. അതുകൊണ്ട് ആ സഹാബാക്കൾ കൊടുത്തതോടുകൂടി അവർക്ക് സമാധാനായി, മനസമാധാനായി. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി മറ്റൊരായത്തിറങ്ങി ആയത്ത് കേട്ട അബൂ തൽഹ തന്റെ തോട്ടത്തിൽ നിന്ന് ഓടി വന്ന് റസൂലിനോട് ചോദിച്ചു, നബിയെ
ഞാൻ എന്താ കൊടുക്കണ്ടേ? റസൂലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊടുക്കണം. എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്? അദ്ദേഹം പറഞ്ഞു, നബി എന്റെ തോട്ടം, ആയിരക്കണക്കിന് പക്ഷികൾ കാരക്കത്തുനിന്ന് പോകുന്ന തോട്ടം, മൈലുകളോളം. അന്നത്തെ ചരിത്രം പറയുന്നുണ്ട് 2 ലക്ഷത്തിലധികം ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു 2 ലക്ഷം തെങ്ങുകൾ മനസ്സിലാലോചിച്ച് നോക്കി എത്ര വലിയതായിരിക്കും. 2 ലക്ഷം ഈത്തപ്പനകളോളമുള്ള തോട്ടം. ആ തോട്ടമാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആ തോട്ടം പലപ്പോഴും എന്റെ ശ്രദ്ധ നശിപ്പിക്കുന്നുണ്ട് നബിയെ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ തോട്ടത്തിലുള്ള ഈത്തപ്പനയുടെ പറമ്പിൽ, ഈത്തപ്പനയുടെ ഓലയിൽ വന്നിരുന്ന് കാരക്ക കൊത്തിത്തെത്തുന്ന കുരുവികളുടെ, പക്ഷികളുടെ കളികളും ചിരികളും എന്റെ നമസ്കാരത്തെ എപ്പോഴൊക്കെയോ നശിപ്പിക്കുന്നുണ്ട് നബിയെ, ആ ചിന്ത. അതുകൊണ്ട് പ്രവാചക, ഞാൻ ആ തോട്ടം ഇസ്ലാമിന് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ തോട്ടം റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ചു നടക്കുന്ന അബൂ തൽഹ റസൂലിനോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യ, എനിക്കാകെ അറിയുന്ന പണി തോട്ടത്തിലെ വിളവെടുപ്പാ നബിയെ. അതുകൊണ്ട് ആ തോട്ടത്തിലെ പണിക്കാരനായി നിങ്ങൾ എന്നെ കൂട്ടണം. അപ്പൊ സമ്പത്ത് കൂടലല്ല സമാധാനം. സമ്പത്തുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പടച്ചോന്റെ മാർഗത്തിലേക്ക് കൂടി കുറച്ച് കൊടുത്ത് അള്ളാനെ കണ്ടുമുട്ടാൻ സാധിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവല. പക്ഷെ ഇന്ന് നമ്മളെ പണം കൊണ്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ നശിക്കേണ്ടതൊക്കെ ഉണ്ടാക്കി. കബറിലേക്ക് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യ പലർക്കും. കേരളത്തിലെ ബഹുഭൂരിപക്ഷ പള്ളികളെ കൂലിയും അറബികളും കൊണ്ടുപോയതാണ്. ഒരു മൂത്രപ്പുര കയറിയാൽ പോലും കൂലി കിട്ടാൻ പല നാട്ടിലും ആളുകൾക്ക് വകുപ്പില്ല. ഇനി നമ്മളെ ഈ പ്രദേശത്ത് നാളെ ഒരു ഇസ്ലാഹി സെന്ററോ പള്ളിയോ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചാലും നാട്ടുകാർ ആദ്യം ലിസ്റ്റ് ഇടും 10 ആൾക്കാരുടെ പേര്. അഹമ്മദ് ഹാജി, ജബ്ബാർ ഹാജി, മുനീർ ഹാജി, ഹാജി. പൈസക്കാർക്ക് മാത്രം മതിയോ പടച്ചോന്റെ സ്വർഗം? സഹാബാക്കളോട് പ്രവാചകൻ അത് വിശദീകരിച്ചപ്പം 2-3 സഹാബാക്കൾ വന്ന് റസൂലിന്റെ മുൻപൊന്ന് കരയാൻ തുടങ്ങി. റസൂൽ ചോദിച്ചു, എന്തേ സഹാബത്തെ? കൊടുക്കാനൊന്നുമില്ല നബിയെ. പ്രവാചകൻ ചോദിച്ചു, ഒരു കാരക്കയുടെ ചീണെങ്കിലും? ഇല്ല റസൂലേ, പട്ടിണിയും പരിവട്ടവും പച്ചവെള്ളവും അല്ലാതെ ഞങ്ങളിൽ ഒന്നുമില്ല. പണക്കാർക്ക് മാത്രം മതിയോ റസൂലേ? പാവപ്പെട്ട ഞങ്ങൾക്കും വേണ്ടേ നബിയെ പടച്ചോന്റെ സ്വർഗം? അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ പുഞ്ചിരിച്ചാ മതി, അത് നിങ്ങളെ സ്വതക്കെയാണ്. ഒന്നുമില്ലാത്തവനോടാ റസൂൽ എന്ന് പറയുന്നത് പുഞ്ചിരിച്ചാ മതി. 10 ഉറുപ്പ്യുള്ളവരോട് 1 ഉറുപ്പ്യ കണ്ടിച്ചു കൊടുക്കണം അതിന്റെ അർത്ഥം. അല്ലാതെ എനിക്കൊന്നും പൈസ അല്ല, ഓനൊക്കെയാ പൈസക്കാരൻ, ഞാൻ ദിവസം കൂലിക്ക് പോകുന്നവൻ, എനിക്ക് ആ കച്ചവടത്തിൽ ഇരുന്ന് എന്തോ ഒന്ന് ചെറുതല്ലേ കിട്ടുക. അല്ല, ഉള്ളത് നീക്കി വെച്ച് പടച്ചോന്റെ ദീനിന് വേണ്ടിയിട്ട് ദുനിയാവിൽ എന്തെങ്കിലും കണ്ടിച്ചു പോകണം. എന്നാലേ മരിച്ചാലേ കബറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവൂ. എങ്കിലേ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു എന്ന് പടച്ചോന് പോലും തോന്നൂ. ഇന്ന് പലരും അള്ളാന്റെ കബറിലേക്ക് നിരവധി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു വഖഫ് ബോർഡ് തന്നെ ഉണ്ട് കേരളത്തില്, അത്ര സ്വത്തുക്കള്. പക്ഷെ ആ സ്വത്തിന്റെ മേലെ നിന്ന് ജീവിക്കുന്ന നമുക്കൊരു കാത്തരി പൊന്ന് അള്ളാന്റെ മാർഗത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ അത് സമാധാനം തരാന്ന് പടച്ചോൻ പറഞ്ഞിട്ടൊന്നുമില്ല. ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി അവനാന്റെ കാര്യം മാത്രം നോക്കി വെപ്രാളം പിടിച്ച് ആർത്തി പിടിച്ച് സമ്പത്തിന്റെ പിന്നാലെ ഓടുമ്പോ നിങ്ങൾക്ക് സമാധാനം തരാന്ന് പടച്ചോൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അള്ള തന്നയിൽ നിന്ന് കുറച്ച് അള്ളാഹ്ക്കും അള്ളാന്റെ അടിമകൾക്കും ഒക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സമാധാനം റബ്ബ് തരും, മനസ്സിനൊരു ശാന്തത തരും, നിങ്ങൾ ആയുസ് അള്ള കൂട്ടും. ഇതൊക്കെയാ ഇസ്ലാമിന്റെ സമാധാനം. അതിലേക്ക് മടങ്ങാൻ, അങ്ങനെ മടങ്ങുമ്പോൾ നാടും നന്നാവും, നഗരവും നന്നാവും, ദീനും നന്നാവും, ദീനി പ്രവർത്തനങ്ങളും വ്യാപകമാവും. ആ സമാധാനമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. കാരണം അത്രയേറെ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അത്രയേറെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും കാര്യമല്ല, മരണത്തിന്റെ തൊട്ടു മുൻപെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്താലോ കണ്ടാലോ അത് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ അവസരം അള്ള ഓരോ പുലരിയായി നീട്ടിത്തരുമ്പോൾ അത് നമ്മൾ അധ്വാനിക്കാനും അടിച്ചു പൊളിക്കാനും അന്ന് തെറ്റിദ്ധരിക്കാതെ ആ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മളെ മനസ്സുകളെ ശാന്തമാക്കുക ചിന്തകളെ കൊണ്ട്. ഞാൻ മരിച്ചാലും അത്ര എളുപ്പമൊന്നും ഞാൻ നരകത്തിലിടാൻ പടച്ചോന് പറ്റൂല എന്നുള്ളൊരു ശാന്തത ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സമാധാന. ഞാൻ മരിച്ചാലും എന്റെ കബറിലേക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സമാധാന. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ നാവിന്റെ നനവുണ്ട് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരു സന്തോഷം, അതൊരു വല്ലാത്ത സമാധാന. ഒരിക്കലും എന്റെ പെണ്ണുങ്ങൾ പരലോകത്തിന്റെ കുറ്റം പറയൂല എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, വല്ലാത്ത സമാധാന. ഒരിക്കലും എന്റെ ഭാര്യ എന്നെ കുറ്റം പറയൂല എന്ന് ചിന്തിക്കുന്ന ഒരാണിന്റെ മനസ്സുണ്ടല്ലോ, അതൊരു വലിയ സമാധാന. ആ സമാധാന ഇസ്ലാം പഠിപ്പിച്ച സമാധാനം. ആ മരണത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, സമ്പാദിക്കുക. കാരണം പരലോകത്ത് വെറുപ്പോടെ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അള്ളാഹ് പഠിപ്പിച്ചതുപോലെ
വഫസീലതി ഇല്ലതി തുവി. അല്ലാഹുവിന്റെ മഹ്ശറയിൽ വെറുക്കപ്പെട്ട് നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു രംഗം. അന്ന് മക്കളെ വാപ്പാര് തള്ളിപ്പറയും, വാപ്പാരെ മക്കള് തള്ളിപ്പറയും, ഭാര്യനെ ഭർത്താവ് ഭാര്യനെയും തള്ളിപ്പറയും, സമ്പത്തിനെ ജനങ്ങൾ വെറുക്കും, ആങ്ങളെയും പെങ്ങളെയും ജീവിതത്തിലെ കുടുംബക്കാരെയും നാട്ടുകാരും കുടുംബക്കാരും വെറുക്കും. അള്ളാഹ്ക്ക് എന്ത് പകരം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന വെപ്രാളത്തിൽ പടച്ച റബ്ബിന്റെ ഹശർ എന്ന മൈതാനിയിൽ നിൽക്കുമ്പം സൂര്യൻ ഉരുത്താണ് താഴെ വേർപ്പിൽ കുളിച്ച് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന അവരോട് പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, കല്ലാ ഇന്നഹാ ലളാ, മിണ്ടരുത്, ഇതൊക്കെ തെറ്റാന്ന് ആയുസ്സുള്ള പെണ്ണ് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നന്നായിട്ടില്ല, ഈ ശ്രമിച്ചിട്ടില്ല, നീ പടച്ചവനോട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നഹാ ലളാ നസാഅത്തുൽ ലിശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല. ആളിക്കത്തുന്ന അഗ്നി നിന്നെ മാടി വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെയാണെന്ന് പടച്ചവൻ ഉറപ്പിക്കും. അത്ര അടുത്ത മനുഷ്യരെ മരണവും ഞാനുങ്ങളും ഒക്കെ. അതുകൊണ്ട് ആ താഴ്വ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. അത്രേ ഉള്ളൂ. മണ്ണോട് വെച്ച മണിക്കൂറുകൾക്കുള്ളിൽ അതേ ശരീരത്തിൽ നിന്നും പുഴുവളച്ച് മണ്ണോട് ചേരുന്ന ഒരു ജീവൻ. ആ മരണം പടച്ചോൻ ഏത് സമയവും കയ്യാട്ടി വിളിക്കുമ്പോൾ സന്തോഷത്തോടെ മടങ്ങാൻ ഒരുങ്ങണം, ജീവിക്കണം സമാധാനത്തോടു കൂടി, ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ. ആരുടെ സ്വഭാവത്തിനാണോ മാറ്റം കൊടുക്കേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, ഒരുപാട് അതുപോലെ തന്നെ പ്രസംഗിക്കാനും അറിവുകൾ നേടാനും, പറയുന്നത് പോലെ പണ്ഡിതൻ വലിയ പണ്ഡിതനൊന്നും അല്ല, ഇനിയും അറിവുകൾ നേടാനും അത് ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആരോഗ്യത്തിനും ആഫിയത്തിനും നിങ്ങളെ ദുആൽ എന്നെയും കൂടി ചേർക്കണം. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.